മദ്ഫ അൽ ഇഫ്താർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇഫ്താർ പീരങ്കികൾ സുഹൂറിന്റെയും നോമ്പുതുറയുടെയും സമയം അറിയിച്ച് രാജ്യമെങ്ങും മുഴങ്ങിക്കേൾക്കുന്ന പീരങ്കികൾ ഓരോ തവണയും വെടിയുതിർക്കുന്നത് നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിന്റെ ഓർമ്മകളിലേക്ക് കൂടിയാണ്. മാറിയ കാലത്ത് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിന്റെ വിളംബരം കൂടിയാവുകയാണ് ഇന്ന് നാം കേൾക്കുന്ന റംലാൻ പീരങ്കികൾ. അറബ് രാജ്യങ്ങളിൽ സാങ്കേതിക വിദ്യയൊന്നുമില്ലാത്ത കാലത്ത് നഗരവികസനവും താമസമേഖലയും എല്ലാം മാറിയപ്പോൾ ബാങ്ക് വിളി കേൾക്കാതെ വന്നു. ഇതിന് പരിഹാരമായാണ് നോമ്പുതുറയും അത്താഴ സമയവും വിളിച്ചറിയിച്ച് പീരങ്കി വെടികൾ മുഴങ്ങിയത്. പ്രാചീന സാംസ്കാരിക നഗരിയായ ഈജിപ്തിലെ കെയ്റോയിലാണ് ആദ്യമായി പീരങ്കി വെടി മുഴങ്ങിയതെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇതിനു പുറകിൽ രസകരമായ മറ്റൊരു കഥയുണ്ട്. AD 1467 ഈജിപ്ത് ഭരിച്ചിരുന്ന സുൽത്താനായിരുന്ന കശക്തം സൈനിക ആവശ്യങ്ങൾക്കായി വാങ്ങിയ പുതിയ പീരങ്കി പരീക്ഷണത്തിനായി പൊട്ടിച്ചു. യാദൃശ്ചികമായി ഈ പീരങ്കി പൊട്ടിച്ചത് ഒരു റംലാൻ മാസത്തിലെ ആദ്യ ദിനത്തിലെ ഇഫ്താർ സമയത്തായിരുന്നു. ഇഫ്താർ സമയം ആളുകളെ അറിയിക്കുന്നതിനായാണ് പീരങ്കി പൊട്ടിച്ചതെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ പരീക്ഷണ പൊട്ടിക്കൽ എല്ലാ ഇഫ്താർ സമയങ്ങളിലും തുടരാൻ ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആചാരമായി മാറിയതെന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും പീരങ്കി വെടികൾ വ്യാപിച്ചു. UAE രൂപീകരണ കാലത്തിന് മുൻപ് 1803 മുതൽ 1866 കാലഘട്ടത്തിൽ ഷാർജയിലാണ് പീരങ്കി വെടിമുഴക്കത്തിന് തുടക്കമിട്ടത്. 1912 മുതൽ 58 കാലഘട്ടത്തിൽ ദുബൈയിലും റംലാനിൽ പീരങ്കി വെടിക്ക് തുടക്കമായി. 1960 ദുബൈ പോലീസിന് പീരങ്കികളുടെ സൂക്ഷിപ്പും പ്രവർത്തന ചുമതലയും ലഭിക്കുന്നത്. റംലാൻ ഷവ്വാൽ മാസപ്പിറവി അറിയിക്കുന്നതിന് 2 വട്ടം വെടിയും സുഹൂർ ഇഫ്താർ അറിയിക്കാൻ ഓരോ വെടിയും മുഴക്കും. പട്ടാള പീരങ്കിയാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീടത് സോണിക് പീരങ്കിയിലേക്ക് മാറി. ശബ്ദം മാത്രമുണ്ടാക്കുന്ന ആളപായമില്ലാത്ത പ്രത്യേകതരം വെടിമരുന്നാണ് ഉപയോഗിക്കുക. UAE എല്ലാ എമിറേറ്റുകളിലും ഇഫ്താർ പീരങ്കി വെടികൾ ഇന്നും മുഴക്കുന്നുണ്ട്. UAE പുറമെ സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ഇറാഖ് തുടങ്ങിയ അറബ് രാജ്യങ്ങളിലും ഈ പാരമ്പര്യ പെരുമ തുടരുന്നുണ്ട്. അറബ് രാജ്യങ്ങളിലെ ഈ പീരങ്കി വിളംബരത്തിന്റെ ശേഷിപ്പുകൾ കേരളത്തിലെ ഒരു കൊച്ചു പ്രദേശത്തുണ്ടായിരുന്നു. കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ അടുത്ത കാലം വരെ ഗ്രാമീണ പീരങ്കി നിർമ്മിച്ച് ഇഫ്താർ സമയം അറിയിച്ചിരുന്നു. അത്താഴ്വടി, മുത്താഴ്വടി എന്നെല്ലാം അറിയപ്പെടും. നാട്ടിലെ ചെറുപ്പക്കാർ ചേർന്നാണ് മുള ഉപയോഗിച്ച് ഈ ചെറു പീരങ്കി മാതൃക നിർമ്മിക്കുക. അറബ് നാടുകളിലെ സ്വാധീനം കൂടിയാണ് ഈ പൈതൃക പെരുമയ്ക്ക് പിറകിൽ.